പൃഥ്വിരാജ് എമ്പുരാന്റെ പ്രമോഷൻ ഇരിക്കുന്ന സമയത്താണ് ലൂസിഫറിലെ ഒരു പിന്നാമ്പുറ കഥ പൃഥ്വിരാജ് പറയുന്നത്. ലൂസിഫറിൽ എല്ലാവർക്കും ലാലേട്ടൻ സ്റ്റീഫൻ നെടുമ്പള്ളിന്റെ എൻട്രി എല്ലാവർക്കും ഓർമ്മയുണ്ടാവും. പി കെ രാംദാസ് മരിച്ച സ്ഥലത്തേക്ക് സ്റ്റീഫന്റെ കാറുമായിട്ട് വരുന്നതാണ് എൻട്രി. അങ്ങനെ വരുന്ന സമയത്ത് അവിടെയുള്ള പോലീസുകാർ സ്റ്റീഫനോട് പറയും, പ്രൈം മിനിസ്റ്റർ വരുന്നത് കൊണ്ട് സ്റ്റീഫന്റെ വണ്ടി ഇവിടുന്ന് കടത്തി വിടാൻ പറ്റില്ല, അതുകൊണ്ട് സ്റ്റീഫന് പോകാൻ പറ്റില്ല. അപ്പൊ മോഹൻലാൽ കാറിൽ നിന്ന് ഇറങ്ങിയിട്ട് മോഹൻലാൽ പറയും, കാറ് പോകാനല്ല കുഴപ്പമുള്ളൂ, നടന്നു പോകാനോ എന്ന് പറഞ്ഞിട്ട് വരുന്നൊരു സീനുണ്ട്. ആ നടന്നു വരുന്ന സീൻ ഇന്നും ഐക്കോണിക് സീനുകളിൽ ഒന്നാണ് ലാലേട്ടന്റെ. എന്നാൽ പൃഥ്വിരാജ് പറയുന്നത് ഈ സീൻ എടുക്കാനുണ്ടായ കാരണം പണ്ട് രജനീകാന്ത് റിയൽ ലൈഫിൽ ഇതുപോലെ ഒരു മാസ് സീൻ കാണിച്ചിട്ടുണ്ട്, അതിൽ നിന്ന് ഇൻസ്പയർഡ് ആയിട്ടാണ് ഈ സീൻ ക്രിയേറ്റ് ചെയ്തതെന്നാണ് പൃഥ്വിരാജ് പറയുന്നത്. വർഷം 1992, സ്ഥലം ഡോക്ടർ രാധാകൃഷ്ണൻ റോഡ്, ചെന്നൈ. അവിടെ പോലീസുകാർ ഇങ്ങനെ വരിവരിയായി നിൽക്കുകയായിരുന്നു. ആ സമയത്താണ് രജനീകാന്ത് കാറും കൊണ്ടുവരുന്നതും രജനീകാന്തിന്റെ കാർ ഒരു പോലീസുകാരൻ തടഞ്ഞു. അപ്പൊ രജനീകാന്ത് ചോദിച്ചു, എന്തിനാ എന്റെ കാറ് തടയണേ? അപ്പൊ ഒരു പോലീസുകാരൻ പറഞ്ഞു, മുഖ്യമന്ത്രി പോകുന്നുണ്ട്, മുഖ്യമന്ത്രി പോയി കഴിഞ്ഞിട്ട് മാത്രമേ ഇനി ഇവിടെയുള്ള വണ്ടികൾക്ക് പോകാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അപ്പൊ രജനീകാന്ത് ചോദിച്ചു, രണ്ട് വണ്ടി പോകാൻ എന്തിനാ ഇത്ര വണ്ടികൾ തടയണേ, അതിന് മുഖ്യമന്ത്രി വരുന്നത് വലിയ വണ്ടിയിലാണോ എന്ന് തമാശ രൂപേണ ചോദിച്ചു. അപ്പൊ പോലീസുകാർ പറഞ്ഞു, എനിക്ക് മോളിൽ നിന്നുള്ള ഓർഡറാണ്, ഒരു കാരണവശാലും വണ്ടി വിടാൻ പറ്റില്ല എന്ന് പറഞ്ഞു. രജനീകാന്ത് ചുറ്റും നോക്കിയപ്പോ അവിടെ ഒരു പെട്ടിപ്പീടിയ പോലത്തെ ഒരു ചെറിയ പീടിയ കണ്ടു. ആ പീടിയയിലോട്ട് ഇറങ്ങി ചെന്നിട്ട് 555 സിഗരറ്റ് വാങ്ങിച്ച് അവിടെ ഒരു പോസ്റ്റുമ നിന്ന് വലിക്കാൻ തുടങ്ങി. പെട്ടെന്ന് അവിടെയുള്ള നാട്ടുകാർ വിചാരിച്ചു, ഇത് ഡൂപ്പാണോ, അതോ രജനീകാന്ത് ആണോ എന്ന് നോക്കി 2 മിനിറ്റ് സംശയത്തോടെ നോക്കി കഴിഞ്ഞപ്പോ അവർക്ക് മനസ്സിലായി ഇത് സൂപ്പർ സ്റ്റാർ രജനീകാന്ത് തന്നെയാന്ന് പറഞ്ഞപ്പോ എല്ലാരും ഓടിക്കൂടി. കൂടിയ ആൾക്കാരെ കണ്ടപ്പോ പോലീസുകാർക്ക് മനസ്സിലായി ഇത് പന്തിയല്ല, ആൾക്കാർ കൂടി, ഇനി ഇവിടുന്ന് മുഖ്യമന്ത്രിക്ക് പോയിട്ട് ഒരാൾക്ക് പോലും ഇവിടുന്ന് പോകാൻ പറ്റില്ല എന്നുള്ള കാര്യം പോലീസുകാർക്ക് മനസ്സിലായി. പോലീസുകാർ അപ്പൊ തന്നെ രജനി സാറിനോട് പറഞ്ഞു, സാറിന് ഒന്ന് ഇവിടുന്ന് വണ്ടി എടുത്ത് പോവെന്ന് ചോദിച്ചു. അവസാനം രജനീകാന്ത് വണ്ടി എടുത്ത് പോയതിനു ശേഷമാണ് ജയലളിതയ്ക്ക് അവിടുന്ന് വണ്ടി കൊണ്ട് പോകാൻ പറ്റിയത്.